ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ വരുന്നത് കായംകുളം സെൻറ് ആൻഡ്രീസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 12 എൻ്റെ നിയോഗങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനി പോകണം, ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാകണം. ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ അസുഖം മാറണം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, വീടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ നിയോഗങ്ങൾ. എനിക്ക് 1ാം ക്ലാസ് തൊട്ട് ഞാൻ കണ്ണാടി വെക്കുന്ന ഒരാളാണ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ചെറിയ പ്രായത്തിൽ ടാബ്ലറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ച സമയത്ത് പിന്നെ കണ്ണാടി മാറ്റാൻ പറഞ്ഞു, ടാബ്ലറ്റ് ആക്കി. ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ, സ്ഥിരം ടാബ്ലറ്റ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ഒത്തിരി സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേ അത്യാവശ്യം സ്ട്രെസ്സാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ആ ടൈമിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 6 ദിവസവും ക്ലാസ് ഉണ്ട്. എനിക്കതിനകത്ത് ഒരു 3 ദിവസമെങ്കിലും ഞാൻ വയ്യാതെ അവിടെ ഹോസ്റ്റലിൽ കിടക്കുമായിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഹോസ്റ്റലിൽ എല്ലാവരും ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, മാറും എന്നൊക്കെ പറയുന്ന കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ 2ാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്നുള്ള തലവേദന, അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല എന്തോരം വേദന അനുഭവിക്കുന്നതെന്ന്. അതെനിക്ക് മാറ്റി തന്ന എൻ്റെ അമ്മ മാതാവ്. ഞാൻ സ്ഥിരം തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ഉപ്പ് കഴിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി 2ാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മാതാവ് എൻ്റെ മൈഗ്രെയിൻ അസുഖം മാറ്റി തന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. ജർമ്മൻ്റെ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങളെല്ലാവരും പോയി എഴുതി. ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു ജർമ്മൻ നിർത്താം, നമുക്കിനി വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കാം, വേണ്ട ഇതിൻ്റെ പുറകിന് പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു വട്ടം കൂടെ ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് ബുക്കിംഗ് എടുത്ത്, ട്രിവാൻഡ്രത്തായിരുന്നു ബുക്കിംഗ് എടുത്തത്. ഞാൻ എഴുതി. സ്പ്രെഹൻ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ്, ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഹ്യോറൻ, ഈ 2 എണ്ണമാണ് ഞാൻ എഴുതിയത്. ഏറ്റവും പാടുള്ളതാണ് സ്പീക്കിംഗ്. അത് തന്നെ എനിക്ക് അമ്മ മാതാവ് നല്ല മാർക്കോടെ എന്നെ അത് 2ഉം പാസ്സാക്കി തന്നു. അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല. ഡേറ്റ് കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, എനിക്ക് വയ്യിനി, ഇന്നെ 2 എണ്ണം പാസ്സാക്കി തന്നില്ലേ, ബാക്കിയും കൂടെ ഒന്ന് പാസ്സാകാൻ വേണ്ടി എനിക്ക് ഡേറ്റ് എടുക്കാൻ ഒരു അവസരം താന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച്. എൻ്റെ അമ്മയാണെങ്കിൽ പ്രാർത്ഥനകൾ മുടക്കാറില്ല. ഞാൻ എന്നിട്ടും കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനകളെല്ലാം മുടക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്തോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കെന്താ അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പം പറയും എൻ്റെ കാര്യങ്ങളെല്ലാം അവസാനമായാലും ഭംഗിയായിട്ട് നടക്കുമെന്ന്. അതെനിക്ക് ഇപ്പോഴാണ് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത്. എൻ്റെ കാര്യങ്ങളെല്ലാം അവസാന നിമിഷമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷത്തോളം ഗ്യാപ്പ് എടുത്തു. എനിക്ക് ടീച്ചറാകണമെന്നായിരുന്നു പണ്ടൊക്കെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചറാവണം എന്നുള്ള ആഗ്രഹവും നടന്നില്ല. ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകുന്നുള്ള ആഗ്രഹവും ഇപ്പം നടന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ജർമ്മൻ ട്യൂട്ടറായിട്ട് കയറ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അയച്ച് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഒരു 1.5 വർഷമായിട്ട് ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ എക്സാം എഴുതി. 2 അടുപ്പിച്ച് ഡേറ്റ് എടുത്ത് എഴുതി. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അമ്മ കൂടെ വരും. ഞാൻ എവിടെ എക്സാമിന് പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. അമ്മ വരുന്നിട്ട് തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പ് വെച്ച് കുരിശിട്ടിട്ടായിരിക്കും ഞാൻ എക്സാം ഹാളിൽ കയറാൻ പോകുന്നത്. അതുപോലെ ഞാൻ പോയി എല്ലാ എക്സാമുകളും പാസ്സായി. ലാസ്റ്റ് കൊൽക്കത്തയിൽ എക്സാമിന് പോയത്. എക്സാമിന് പോകുന്നതിന് മുന്നേ അന്ന് ദിവസം രാവിലെ ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ റിസർവ് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് പോവാം, എക്സാം അല്ലേ, 1 കൂടെ അല്ലേ കിട്ടാവുള്ളൂ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോക്കലിൽ കയറി. കൊൽക്കത്ത വരെ ലോക്കലിൽ സീറ്റ് പോലും ഇല്ല. ബംഗാളികളുടെ ഇടയ്ക്ക് അവർ എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സഫർ ചെയ്ത് ആ സീറ്റിൽ നിന്നൊന്നും എണ്ണിക്കുക പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് ഞങ്ങൾ 2 ദിവസം ട്രെയിനിൽ ഇരുന്ന് എത്തിക്കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ് മോളെ നീ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, മാതാവ് കാണാതിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി ഒരു 3-4 ദിവസത്തിനകത്ത് റിസൾട്ട് വന്ന് അതും പാസ്സായി കഴിഞ്ഞ ഉടനെ പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടെല്ലാം പ്രോസസ്സിങ് നടന്നു. എനിക്ക് കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ 1 ക്ലാസ് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഓക്കെ ഒക്ടോബർ 1 പോവുകയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പാളയം പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു.
ഞാനിങ്ങനെ വണ്ടിയിൽ സൈഡിൽ കൂടെ പോകുന്നു. ഇപ്പുറത്തൊരു വണ്ടി ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ച്. എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഞാൻ തെറിച്ച് വീണത് ഒരു KSRTCയുടെ ഫ്രണ്ടിലാണ് തെറിച്ച് വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ കണ്ടു നിന്നവരെല്ലാം പിന്നെ വന്ന് പറയുന്നത് ഈ കൊച്ചിന് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എൻ്റെ തല പൊട്ടി ചെറിയൊരു 3 സ്റ്റിച്ചൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ മുട്ട് നന്നായിട്ട് പോയി. ആ മുട്ടിൽ മൊത്തം സ്റ്റിച്ചും ഉപ്പൂറ്റിയിൽ സ്റ്റിച്ചുമായിരുന്നു. എന്നെ ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് കായംകുളത്ത് കൊണ്ടുവന്ന ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നത്. വെളുപ്പിന് 2 മണിക്ക് എന്നെ ആംബുലൻസിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നേ. അത് കഴിഞ്ഞ് എന്നെ ഡ്രസ്സിങ്ങിനെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആംബുലൻസിലായിരുന്നു. എൻ്റെ ഒരു കാല് മൊത്തം കെട്ടി പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുമായിരുന്നു. എൻ്റെ കാലനക്കാൻ വയ്യാതെ അങ്ങനത്തെ ഒരു രീതിയിലിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഈ പോക്ക് നടക്കത്തില്ല. പക്ഷേ ദൈവം അവിടെ എന്തോ പ്രവർത്തിച്ച് ആ കോൺട്രാക്റ്റ് ക്യാൻസലായിപ്പോയി. എനിക്ക് VFSന് ഡേറ്റ് കിട്ടാതെ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആക്സിഡൻ്റ് ആയതുകൊണ്ട് മാതാവ് തന്നെ ഇത് മാറ്റി തന്നെയായിരിക്കും, ഇതിലും നല്ലത് തരും. അത് കഴിഞ്ഞ് പിന്നെ ആക്സിഡൻറ്റിൽ നിന്നെല്ലാം ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പ്രോസസ്സിങ്ങിന് വെച്ചു. എല്ലാ കാര്യങ്ങളും ശരിയായി. വിസ എനിക്ക് വന്നത് 43ാമത്തെ ദിവസമാണ്. വിസ വരുന്നുണ്ട് 45 ദിവസത്തിന് മുന്നേ വിസ ഉണ്ട്. എനിക്ക് അതും ഏറ്റവും അവസാനം അമ്മ തന്നത്. പക്ഷെ അമ്മ തന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്കാണ് എനിക്ക് തന്നതും. എല്ലാവരെയൊക്കെ കൂടുതൽ സ്റ്റൈഫൻഡിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. 43ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എനിക്ക് കിട്ടിയില്ല. കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എനിക്ക് വയ്യനിയും ഒന്നിൻ്റെയും പുറകിന് കിടന്ന് ഓടാൻ, ഞാൻ ജർമ്മൻ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഡ്രോപ്പ് ചെയ്യേണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചത് 17ാം തീയതി എനിക്ക് എൻ്റെ ജർമ്മനിയിലെ കോളേജിലോട്ട് 1 ലക്ഷം രൂപ അടയ്ക്കണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 15ാം തീയതി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ലോണിൻ്റെ പേപ്പേഴ്സായിട്ട് 17ാം തീയതി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 17ാം തീയതിയാണ് എനിക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, രാവിലെ വാ, നമുക്ക് ലോൺ ശരിയാക്കാം. രാവിലെ ഞാൻ അവിടെ ചെന്ന് പേപ്പർ സൈൻ ചെയ്ത് ഒരു 20 മിനിറ്റിനകത്ത് എനിക്ക് ലോൺ അപ്രൂവായി എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറി. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ അമ്മമാതാവ് എനിക്കത് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ ഞായറാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. അത് തന്നെ അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അമ്മമാതാവ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. 18-20 വർഷം കൊണ്ട് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കും. ഒരു 50-60 വർഷമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു, നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ച വീടാണ്. അതിന് ഇത്രയും 20 വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ പേരിൽ ഒരു വീട് വേണം, എനിക്കൊരു വീട് താ മാതാവേ എന്ന് പറഞ്ഞ്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പൈസയൊക്കെ റെഡിയാക്കി ആ വീട് നമ്മുടെ പേരിൽ വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ വീടിൻ്റെ റെനോവേഷൻ വർക്കെല്ലാം ചെയ്ത് അടിപൊളിയാക്കി ആ വീട്. എല്ലാ അമ്മ മാതാവിൻ്റെ ഐശ്വര്യം കൊണ്ടാണ് നടന്നത്. കാരുണ്യ പ്രവർത്തികളെ ഞാൻ ചെയ്യുന്നത് കൃപാസനത്തിലെ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു, രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുമായിരുന്നു. എൻ്റെ അമ്മയും ഞാനും കൂടെ പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം. നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനം. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ തത്വമാണ് ഈശോയുടെ അടുത്തേക്ക് എങ്ങനെ പോകണം. ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ലിൻഡ എന്ന ഈ സഹോദരി വളരെ സങ്കടത്തോടെയാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഈ മകൾക്കുണ്ടായിരുന്നൊരു വലിയ സങ്കടമായിരുന്നു. സ്കൂളിൽ ചേർന്ന കാലം മുതൽ 1ാം ക്ലാസ് മുതൽ ഈ മകൾക്ക് എപ്പോഴും മൈഗ്രെയിൻ്റെ ശക്തമായ തലവേദനയായിരുന്നു. 10ാം ക്ലാസ് വരെ ഈ മകൾ സ്പെക്സ് വെച്ചുകൊണ്ടാണ് വായിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ടാബ്ലറ്റിലേക്ക് മാറി. ഹോസ്റ്റലിൽ പഠിച്ചിരുന്നതുകൊണ്ട് അതൊരു വലിയ സങ്കടത്തിന് കാരണമായി. അമ്മ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് 2ാമത്തെ പുതുക്കലിനെ ഈ മകൾ കംപ്ലീറ്റ്ലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തൊട്ട ഒരനുഭവമാണ്. ഇന്ന് ഈ മകൾ കണ്ണാടിയില്ലാതെ മൈഗ്രെയിൻ ഇല്ലാതെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. ഈശോ തൊടുന്നതിനൊന്നും
ഒരു കുത്തോ ഹോമിയോ ഇല്ല, അത് പരിപൂർണ സൗഖ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി, ദൈവമഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മകൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു വലിയ തത്രപ്പാടിലായിരുന്നു. എത്ര തന്നെ പരിശ്രമിച്ചിട്ടും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ, അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് ഉണ്ടാവുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നീ എന്തുകൊണ്ട് എനിക്ക് ഇത്രമാത്രം ലാഗ് ചെയ്യുന്നു എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് മകളുടെ പപ്പ തന്നെ പറയായിരുന്നു, എനിക്കെല്ലാം അവസാനമായിട്ടാണ് കിട്ടാറുള്ളത്. ഒരു പക്ഷേ ഇവരുടെ ദൈവത്തിൻ്റെ ആ പ്രോമിസ് ലാഗ് ചെയ്തത് ഈ മകൾക്ക് വലിയ ഒരു ഓഫർ കിട്ടാനാണ്. വളരെ നല്ല ഒരു സ്റ്റൈപ്പൻഡോട് കൂടിയാണ് ഇന്ന് ഈ മകൾക്ക് ജർമ്മനിയിൽ പോയി പഠിക്കുവാനുള്ള ഒരു വലിയ സാധ്യത തുറന്നു കിട്ടിയിരിക്കുന്നത്. മകളുടെ VFS ഡേറ്റ് കിട്ടാതെ പോയതിന് കാരണം പരിശുദ്ധ അമ്മ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയായിരുന്നു. ഒരു വലിയ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഈ മകൾക്ക് ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ നിന്നെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ഉടമ്പടിയുടെ ഉറപ്പ്, ഉടമ്പടിയുടെ സംരക്ഷണം ഒന്ന് മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ നീലാങ്കിയിൽ നമ്മെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്നുള്ളതിന് നമുക്ക് നൽകുന്ന ഒരു തീർച്ചയാണ്. നാം എപ്പോഴും സംരക്ഷിക്കപ്പെടും. നാം എപ്പോഴും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത്. ഈശോ നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളിൽ നാം ഒന്ന് മാത്രം ചെയ്തിരിക്കേണ്ടതാണ്, നാം വിശ്വസ്തരായിരിക്കുക. നാം എന്തുമാത്രം വിശ്വസ്തരായിരിക്കുന്നുവോ, നമ്മുടെ പ്രോമിസ്, ഈശോയുടെ പ്രോമിസ് ലാഗ് ചെയ്താലും അതിന് സമയം എടുത്താലും അത് ഒരിക്കലും വൃഥാവിലാവുകയില്ല. ഈശോ അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കാരണം പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കടമ്പകളും കടന്ന് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു ട്യൂട്ടറാകാൻ മാത്രം, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക. 1.5 വർഷമേ ഈ മകൾ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് ഇനി അവിടെ ചെന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കൂടുതൽ പഠിക്കുവാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റുമായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പുറത്തേക്ക് പോകുവാനായി, വിദേശത്തേക്ക് പോകുവാനായി വിസ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വിദേശ പഠനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും, വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങളെ നമുക്ക് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലിൻഡയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.